നമസ്കാരം എല്ലാവർക്കും. അപ്പം നമ്മൾ ഇന്ന് മാനിഫെസ്റ്റേഷൻ്റെ 7ാമത്തെ റൂളായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ 6 റൂൾസ് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ ലൈഫിലൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം, അതിൻ്റെ ബിലീഫ്സ് കറക്റ്റ് ആവണം, ആക്ഷൻസ് കറക്റ്റായിട്ട് എടുക്കണം, അതുപോലെ തന്നെ തോട്ട്സ് കറക്റ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൈൻഡിനും അതുപോലെ ബോഡിക്കും പുതിയൊരു ശീലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടി ഒരു ടൈം ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി അല്ലേ, നമ്മളൊരു 12 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു, നമുക്ക് റിസൾട്ട് കിട്ടുമോ? തീർച്ചയായും നമുക്ക് കിട്ടത്തില്ല. മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെയിലി 1 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രൈവിംഗ് പഠിക്കണം. അപ്പം നമ്മൾ ഒരു ദിവസം പോയി ഒരു 5-6 മണിക്കൂർ ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചിട്ട് നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും. കാരണം എപ്പോഴും നമ്മുടെ മൈൻഡിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും പുതിയൊരു എന്തൊരു ഹാബിറ്റ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ്, ഒരു 15 മണിക്കൂർ നമ്മൾ ഇരുന്ന് ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമുക്ക് പെട്ടെന്ന് നമുക്ക് മടുപ്പ് വരെ തോന്നും അല്ലേ. അപ്പോൾ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്? ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 30 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടുന്നവരെ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു ചെടി വളരുന്ന പോലെയാണ്. അതായത് അതിന് നിരന്തരം വെള്ളവും വെളിച്ചവും ഒക്കെ നമ്മൾ കൊടുക്കണം, എന്നാലേ അത് വളരത്തുള്ളൂ. ഇടയ്ക്ക് 2 ദിവസം വെള്ളം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോൾസും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും അതിന് വേണ്ട വെള്ളവും വെളിച്ചവും ഒക്കെ നമ്മൾ കൊടുക്കുക. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വേഗത്തിൽ ഓടുന്നു എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറിച്ച് എത്ര കാലം മുടങ്ങാതെ ആ പരിശ്രമം തുടരുന്നു എന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക, മടുപ്പും കാര്യങ്ങളൊക്കെ വരാം. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധം.